ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോൻ്റെ കണ്ണ് ഒന്ന് പരിശോധിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലോട്ടൊക്കെ ഇന്ന് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാട്ടോ. വെറുതെ ഒരു സ്റ്റോപ്പ് ക്രീം മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. എൻവേബയുടെ സ്റ്റോപ്പ് ക്രീം ആയിരുന്നു കേട്ടോ. ഗോൾഡ് ആയിരുന്നു. കുറച്ച് ഗ്ലോയിങ് എഫക്റ്റ് കൂടുതലാണ്, എന്നാലും പ്രോബ്ലം ഇല്ല. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഐ മേക്കപ്പും ചെയ്തിട്ട് ജസ്റ്റായിട്ട് ഇങ്ങനെ ഐലൈനർ മേളി മാത്രം ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഐ ഷാഡോയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂഡ് കളറിലൊരു ലിപ്സ്റ്റിക് ആയിരുന്നു ഇട്ടത്. ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ്. കാര്യം നമ്മൾ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോവില്ലേ. അങ്ങനെ ഇന്ന് ഐ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാര്യം ബോർഡൊക്കെ വായിക്കാൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ദിവസം കൊണ്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പം ബോർഡ് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് ഒന്ന് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടെന്നാൽ പോയി ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം ഇന്ന് പിന്നെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്കൂട്ടിയിലൊക്കെ പോയി. കാര്യം ജംഗ്ഷനിലൊക്കെ നല്ല തിരക്കല്ലേ, പാർക്കിംഗ് ഒക്കെ പാടായിരിക്കും. അതുകൊണ്ട് ഇന്ന് സ്കൂട്ടിയിലൊക്കെ പോയി. കാരുണ്യ ഐ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ പോയത്. നല്ല സർവീസാണ്. നല്ല നഴ്സായാലും ഡോക്ടേഴ്സൊക്കെ നന്നായിട്ട് നല്ല കെയറിങ് ഒക്കെ ഉള്ള ഞാൻ നേരത്തെ ഇവിടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മോൻ്റെ കണ്ണ് ഫസ്റ്റ് ടൈം തന്നെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതുപോലെ കാഴ്ചക്കുറവും ഒക്കെ കാണും. മെയിൻ പ്രോബ്ലം ഇവരുടെ എക്സസ് ആയിട്ടുള്ള സ്ട്രെയിൻ തന്നെയാണ് കണ്ണിന് കൊടുക്കുന്നത്. കാര്യം മൊബൈലായാലും ലാപ്ടോപ്പായാലും എല്ലാം ഇവർ അധികം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ചെറിയ കാഴ്ചക്കുറവുണ്ട്. സ്പെക്സ് കിട്ടിയിട്ടില്ല, ട്യൂസ്ഡേ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഒരു ബേക്കറിയിലൊക്കെ കയറി ഒരു കോഫിയും, അതുപോലെ അവൻ ഓർഡർ ചെയ്തത് ബർഗറായിരുന്നു. ഞാനൊരു കട്ട്ലറ്റൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോവാണ്. ഇത് ചെറിയൊരു ബ്ലോഗാട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.